നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹോൾട്ടിംഗ് പ്രോബ്ലം ഓഫ് എ ടൂറിംഗ് മെഷീനാണ്. ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ആർബിട്രറി കമ്പ്യൂട്ടറിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇൻപുട്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാം ഫിനിഷ് ചെയ്യുമോ, അതായത് റൺ ചെയ്യുന്നത് ഫിനിഷ് ചെയ്യുമോ അല്ല അത് ഇൻഫിനിറ്റായിട്ട് ലൂപ്പിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുമോ എന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് നോക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം 1936 അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ആൾ പ്രൂവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ ഇല്ല. അതായത് നമുക്ക് ഈ ഇൻപുട്ടും ഡിസ്ക്രിപ്ഷനും യൂസ് ചെയ്തിട്ട് ഒരിക്കലും ആ പ്രോഗ്രാം, അതായത് ഒരു പ്രോഗ്രാം റണ്ണ് ചെയ്യുമോ, അതായത് ഇൻഫിനിറ്റായിട്ട് റണ്ണ് ചെയ്യുമോ അതോ അത് സ്റ്റോപ്പ് ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് അൺഡിസൈഡബിൾ ആണ്, നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഹോൾട്ടിംഗ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്ലി, ഗിവൺ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടൂറിംഗ് മെഷീൻ എം ആൻഡ് ആൻ ഇൻപുട്ട് ഡബ്ല്യു ഡസ് എം when started in the initial configuration Q0W perform computation that eventually holds. നമുക്ക് ഒരു ടൂറിംഗ് മെഷീൻ തന്നിട്ടുണ്ട് എം എന്ന് പറയുന്ന. ആ ടൂറിംഗ് മെഷീൻ്റെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ആണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇനിഷ്യലായിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Q0W ആണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ടൂറിംഗ് മെഷീനും ആ ഇൻപുട്ടായിട്ടുള്ള സ്ട്രിങ് ഉണ്ടല്ലോ ഡബ്ല്യു, ആ ഡബ്ല്യു എന്ന് പറയുന്ന സ്ട്രിങ്ങുമാണ് നമ്മുടെ എന്താണ് ഇൻപുട്ട്. അപ്പം നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രിങ് ഉണ്ടല്ലോ ഡബ്ല്യു, ആ സ്ട്രിങ് ഇൻഫിനിറ്റ്, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യുമോ അതോ ഇൻഫിനിറ്റായിട്ട് ലൂപ്പിൽ പോവോ എന്നാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം ഈ പ്രോബ്ലത്തിന് ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞുള്ള ആൻസർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റായിട്ട് ലൂപ്പിൽ പോവും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മൾ ഒരു ടൂറിംഗ് മെഷീൻ അസ്യൂം ചെയ്യും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൂറിംഗ് മെഷീൻ നമ്മൾ അസ്യൂം ചെയ്യും. ആ ടൂറിംഗ് മെഷീൻ എന്താണ്, നമുക്ക് ഒരു റിസൾട്ട് തരുമെന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺട്രഡിക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പിന്നെ പ്രൂവ് ചെയ്ത് കാണിക്കും. നമ്മൾ ഈ ടൂറിംഗ് മെഷീനെ ഹോൾട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇപ്പം ഈ ടൂറിംഗ് മെഷീൻ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് സ്റ്റെപ്സിൽ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ, അതായത് ഹോൾട്ടിംഗ് മെഷീൻ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് വരും, എസ് വരും, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് നോ വരും. അപ്പം ഹോൾട്ടിംഗ് മെഷീൻ്റെ പ്രോബ്ലം എങ്ങനെയാണ്, നമ്മളിതാ ഒരു ഫിഗർ നോക്കിയാൽ നമ്മൾ ആദ്യമേ ഒരു ഇൻപുട്ട് സ്ട്രിങ് ഹോൾട്ടിംഗ് മെഷീന് കൊടുക്കുവാണ്. അപ്പം എസ് വരാം നോയും വരാം. എസ് വരുമ്പം എന്താണ് അതായത് ഹോൾട്ടിംഗ് മെഷീൻ ഹോൾഡ്സ് ഓൺ ഇൻപുട്ട് ഡബ്ല്യു, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിൽ നമ്മുടെ ഹോൾട്ടിംഗ് മെഷീൻ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. നോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹോൾഡ് ചെയ്യത്തില്ല, അത് ഇൻഫിനിറ്റായിട്ട് ലൂപ്പിൽ പോവും. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. Now we will design an inverse halting machine HM- as, അതായത് നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹോൾട്ടിംഗ് മെഷീൻ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ളൊരു ഹോൾട്ടിംഗ് മെഷീൻ HM- എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എസ് വരുമ്പോഴത്തേക്ക് എന്താണ്, ലൂപ്പ് ഫോർ എവർ ആണ്. അതായത് ഇപ്പോൾ എസ് വരുവാണെങ്കിൽ അത് ഇൻഫിനിറ്റ് ലൂപ്പിൽ പോവും. എന്താണ്, നോ വരുവാണെങ്കിൽ അത് ഹോൾട്ട് ചെയ്യും, ഫൈനൈറ്റ് സ്റ്റെപ്പിൽ അത് നിൽക്കും. ഹോൾട്ടിംഗ്, അതായത് ഇത് ഇൻവേഴ്സ് ഹോൾട്ടിംഗ് മെഷീൻ്റെ ഫിഗറാണിത്. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് സ്ട്രിങ് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഹോൾട്ടിംഗ് മെഷീൻ എസ് വരുവാണെങ്കിൽ എന്താണ്, Q0 Q1 എന്ന് പറഞ്ഞ് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പിലോട്ട് അത് പോവുകയാണ്. പിന്നെ നോ വരുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഫർദർ എ മെഷീൻ HM2 വിച്ച് ഇൻപുട്ട് ഇറ്റ്സെൽഫ് ഈസ് കൺസ്ട്രക്റ്റഡ് ആസ് ഫോളോസ്. ഇനി നമ്മളിപ്പം ഇൻവേഴ്സ് ഹോൾട്ടിംഗ് മെഷീനും ഒരു ഹോൾട്ടിംഗ് മെഷീനും നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു HM2 എന്ന് പറയുന്നൊരു ഹോൾട്ടിംഗ് മെഷീൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു ഹോൾട്ടിംഗ് മെഷീൻ എടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഇൻവേഴ്സ് ഹോൾട്ടിംഗ് മെഷീനും രണ്ടും കൂടെ നോക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ്, ഇതിൻ്റെ ഇൻപുട്ട് ഹോൾഡ് ചെയ്താൽ എന്താണ്, ലൂപ്പ് ഫോർ എവറും പോവും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യും. അതായത് ഒന്നെങ്കിൽ ഇൻപുട്ട് ഹോൾഡ് ചെയ്താൽ എന്താ ചെയ്യുക, ലൂപ്പ് ഫോർ അവർ പോകുന്ന സമയത്തും അത് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിലും അത് ഹോൾഡ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താണ്, അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം രണ്ട് സമയത്തും ഇത് ഹോൾഡ് ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ഹാവ് ഗോട്ട് എ കോൺട്രഡിക്ഷൻ ഹെൻസ് ദ ഹോൾട്ടിംഗ് പ്രോബ്ലം ഈസ് അൺഡിസൈഡബിൾ. അപ്പോൾ നമുക്കിവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെന്ത് പറയും, ഈ ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് അൺഡിസൈഡബിൾ ആണെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മളൊരു ഹോൾട്ടിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ആദ്യമേ നമ്മളൊരു ഹോൾട്ടിംഗ് പ്രോബ്ലത്തിനകത്ത് ഒരു ഹോൾട്ടിംഗ് മെഷീൻ കൺസ്ട്രക്ട് ചെയ്യും. ആ കൺസ്ട്രക്ട് ചെയ്യുന്ന മെഷീന് എസ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വരുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും, ഹോൾഡ് ചെയ്യുകയും ചെയ്യും.
അല്ല സ്റ്റോപ്പ് ചെയ്യത്തില്ലെങ്കിൽ നോ എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് വരുമെന്ന് പറയും. അതിനുശേഷം നമ്മളൊരു ഇൻവേഴ്സ് ഹോൾട്ടിംഗ് മെഷീൻ കൺസ്ട്രക്ട് ചെയ്യും. അതിനകത്ത് എസ് വരുവാണെങ്കിൽ അത് ഫോർ അവർ ലൂപ്പിനകത്ത് പോവും, ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയും. അതിനുശേഷം നമ്മൾ വേറൊരു ഹോൾട്ടിംഗ് മെഷീൻ കൺസിഡർ ചെയ്യുവാണ്. ആ ഹോൾട്ടിംഗ് മെഷീൻ നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് ഹോൾട്ടിംഗ് മെഷീനും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർ ലൂപ്പ് വന്നാലും ഇല്ലെങ്കിലും എന്താണ് നമ്മുടെ ഹോൾട്ടിംഗ് മെഷീൻ ഹോൾട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഇങ്ങനൊരു ഹോൾട്ടിംഗ് മെഷീൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് അൺഡിസൈഡബിൾ ആണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് കൊടുക്കും. അത്രയേ ഉള്ളൂ ഹോൾട്ടിംഗ് പ്രോബ്ലം.